ഹായ്, എൻ്റെ പേര് സവിത. പുതിയൊരു എപ്പിസോഡുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഔട്ടർ ആൻഡ് ഇന്നർ തൈസിലെ ഫാറ്റ് കുറച്ച് എങ്ങനെ കാല് ഷേപ്പാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമുക്ക് നമ്മുടെ ഫസ്റ്റ് എക്സർസൈസിലോട്ട് പോകാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇന്നർ തൈസിന് വേണ്ടിയുള്ളതാണ്. ഇന്നർ തൈസ് അറിയാമല്ലോ, ലേഡീസ് നടക്കുമ്പോഴത്തേക്കും ഉരസി പൊട്ടി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഫാറ്റ് ഡെപ്പോസിറ്റായി ഇരിക്കുന്നത് കൊണ്ടാണ് ഈ തൈ ഉരസി പൊട്ടുന്നത്. നോക്കിയാൽ ആദ്യത്തെ എങ്ങനെ ചെയ്യുന്നത് നോക്കിയാൽ, നമുക്കിപ്പോൾ ഹഡിൽ തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്കൊരു ബോട്ടിലോ ചെറിയ സ്റ്റൂളോ എന്തെങ്കിലും ഒന്ന് വെച്ചാൽ മതി. നമ്മൾ ഈ കാലിൽ എത്ര എണ്ണം ചെയ്യുന്നോ അത്രയും തന്നെ അടുത്ത കാലിലും ചെയ്യുക, അടുത്ത സൈഡിൽ നിന്നിട്ട്. ബാക്കിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ലാൻഡ് ചെയ്യുക. രണ്ട് കാലിൽ ഈക്വലായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അടുത്തത് നേരത്തെ നമ്മൾ പുറകിലൊന്ന് ഫ്രണ്ടിലോട്ട് എടുത്തു. അടുത്തത് ഫ്രണ്ടിലൊന്ന് ബാക്കിലോട്ട് പോവാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാലിൽ ഈക്വൽ ടൈംസ് ചെയ്യാനാണ്. രണ്ടാമത്തെ നോക്കിയേ, സൈഡിൽ നിന്നിട്ട് ഇത് ഔട്ടർ തൈസും ഇന്നർ തൈസും ഒരുപോലെ എഫക്റ്റീവാണ്. രണ്ട് കാല് ഈക്വലായിട്ട് ചെയ്യാം. മൂന്നാമത്തത് നമ്മൾ കുറച്ചുകൂടി ബാക്കിലോട്ട് ഇറങ്ങി നിന്നിട്ട് നേരത്തെ നമ്മൾ രണ്ടാമത്തെ ചെയ്തത് കാല് മടക്കി എടുത്തു, അടുത്ത കാല് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചെയ്യാം. ഇതും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഔട്ടർ തൈസ് ഇന്നർ തൈസിന് ഒരുപോലെ എഫക്റ്റാണ്. അടുത്തത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ്. ഇപ്പം ഞാനിവിടെ ചെയ്തത് ഇത് വെച്ചിട്ടാണ്. നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ ഇത് കിട്ടണമെന്നില്ല, അതുകൊണ്ട് ഇത് വേണമെന്നില്ല. ഇതുപോലൊരു ബോട്ടിലെടുത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാ ബോട്ടിലെടുത്ത് ചെയ്യാൻ പറ്റും, ഉണ്ടോ? ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ബോട്ടിലോ കോണോ സ്റ്റൂളോ എന്തെങ്കിലും എടുത്താൽ മതിയാവും. അടുത്ത തൈ ഫാറ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സർസൈസാണ്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് തൈ ഫാറ്റ് മാത്രമല്ല, ഇത് ചെയ്യുമ്പോൾ നമ്മുടെ അബ്ഡോമനും കൂടി നമുക്ക് എഫക്റ്റ് ആവുന്നുണ്ട്. അപ്പം ഒരേ ടൈമിൽ അബ്ഡോമനും തൈസിന് എഫക്റ്റ് ആകുന്ന എക്സർസൈസുകളാണ്. നോക്കിയാൽ ആദ്യത്തത് ഇതാ. ഇപ്പോൾ കോണ് തന്നെ വേണമെന്നില്ല, ഒരു ബോട്ടിൽ വെച്ചാലും മതി. ആദ്യത്തത് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ തൈസിനും എഫക്റ്റാണ്, നമ്മുടെ അബ്ഡോമനും എഫക്റ്റാണ്. രണ്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാം. രണ്ടാമത്തത് ഇതാ, കാലൊരു സൈഡിൽ വെച്ചു, അതിൻ്റെ സൈഡത്തായിട്ട് കോണ് വയ്ക്കാം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് തൈസിന് എഫക്റ്റ് ആകുന്നത് പോലെ തന്നെ നമുക്ക് അബ്ഡോമനും എഫക്റ്റ് ആകുന്നുണ്ട്. അടുത്തത് നോക്കിയേ, കാല് കുറച്ച് സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കുന്നു, എന്നിട്ട് ഒരു കാലിൻ്റെ അടുത്തായിട്ട് കോഡ് വയ്ക്കാം. ഇത് ചെയ്യുമ്പോൾ ആദ്യം നമ്മളൊരു 10-15 എണ്ണമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടൈറ്റ് ആകത്തില്ല. ഒരു 10-20 ആകുമ്പോൾ മാത്രമേ നമുക്ക് തൈസ് ടൈറ്റ് ആവുകയുള്ളൂ. ഈ ടൈറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ കൂടുതൽ ചെയ്യേണ്ടത്. നന്നായി ടൈറ്റായി കാല് പൊങ്ങാൻ പറ്റാത്തൊരവസ്ഥ എത്തും, അതുവരെയും ചെയ്യാം. രണ്ട് കാല് ഈക്വലായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയല്ല ചെയ്യണം.
നമുക്ക് അബ്ഡോമിന് എഫക്റ്റ് ആവുന്നുണ്ട് ഇത്, കൂടുതൽ തൈസിന്. അടുത്തത് ഇതാ ചരിഞ്ഞിരുന്നിട്ട് സൈഡിലായിട്ട് കോണ് വെക്കാം. ഇത് ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് തൈസിന് എഫക്റ്റ് ആവുന്നത് പോലെ തന്നെ നമ്മുടെ സൈഡ് ബെല്ലിക്കും എഫക്റ്റ് ആവുന്നുണ്ട്. ഇത് ചെയ്യുമ്പോൾ കൈ പൊങ്ങാതിരിക്കാൻ ശ്രമിക്കുക. ഫ്ലോറിൽ നിന്ന് കൈ അനങ്ങാൻ പാടില്ല. ഈ എപ്പിസോഡിൽ നമ്മൾ ചെയ്തത് ഔട്ടർ ആൻഡ് ഇന്നർ തൈസ് ഫാറ്റ് റെഡ്യൂസ് ചെയ്യുന്ന എക്സർസൈസുകളാണ്. നമ്മൾ നിന്ന് ചെയ്തു. നിങ്ങൾക്ക് കോണ് തന്നെ ഇപ്പം ഞാൻ ചെയ്തതുപോലെ ഹഡിൽ തന്നെ വേണമെന്നില്ല. ഒരു ബോട്ടിലോ സ്റ്റൂളോ എന്തെങ്കിലും എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതുപോലെ എന്തെങ്കിലും എടുത്ത് ചെയ്യാം. നിന്ന് ചെയ്ത് ഇപ്പം ജമ്പ് ചെയ്തൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് ഇരുന്ന് ചെയ്യുന്നതും ഞാൻ കാണിച്ചു. അപ്പോൾ ഇരുന്ന് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് തൈസിന് മാത്രമല്ല, നമുക്ക് അബ്ഡോമനും കൂടി എഫക്റ്റ് ആവുന്നുണ്ട്. രണ്ടും ഒരുപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഡെയിലി നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തൈ ഫാറ്റ് കുറയ്ക്കാൻ സാധിക്കും. നടക്കുമ്പോഴത്തേക്ക് ഉരസി പൊട്ടുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നല്ല റിസൾട്ട് ഉണ്ടാവും. കാലിന് നല്ലൊരു ഷേപ്പും കിട്ടും.